ഹലോ മൈ ഗേൾസ്, അപ്പം നമ്മളിന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടോളിട്ടോ. കാക്കു ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ സ്കൂൾക്ക് വരും. അപ്പോൾ സ്കൂൾക്ക് എന്ന് പറയുന്നത് ഉപ്പപ്പാടക്ക് വരും. അപ്പോൾ ഓനക്കുള്ള ഡ്രസ്സ് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പപ്പാടെ പോയിട്ടാണ് ഞങ്ങൾ പോണത്. ഉപ്പപ്പാടുന്ന് ആപ്പി മേമയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പപ്പാടക്ക് പോണ വഴിയാണിത്. അങ്ങനെ ഉപ്പപ്പാടുന്ന് എല്ലാവരും എടുത്ത് പിന്നെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമ്മളെ പെരിന്തൽമണ്ണ ബൈപ്പാസാണ്. നമ്മൾ പോണത് സർക്കസ് കാണാനാണ്, ജെമിനി സർക്കസ്. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കാട്ടോ, വണ്ടികളോണ്ടൊരു കളിയാണ്. അതിക്കും തിരക്കുണ്ടായിരുന്നു, ഇപ്പത്തിൻ്റെക്കാട്ടിലും തിരക്കുണ്ടായിരുന്നു നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ. അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. തിരിച്ചു പോരുമ്പോൾ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടി എടുക്കാൻ പറ്റാവുന്ന രീതിക്ക് ഞങ്ങൾ ഇറങ്ങണോട് തന്നെ വണ്ടി നിർത്തിട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ 7 മണിൻ്റെ ഷോക്കാട്ടോ പോയത്. 1 മണിക്കും 4 മണിക്കും 7 മണിക്കുമാണ് കേട്ടോ ഷോ. 2 മണിക്കൂറാണ് ഒരു ഷോ ഉണ്ടാവുക. ഇവർക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ മൃഗങ്ങൾ ജീവനുള്ളതല്ല, പ്രതിമ മൃഗങ്ങളായിട്ട് അലങ്കരിച്ച് വെച്ചു കൊണ്ടോ. $150, $250, $350 ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ 250 എടുത്തത്. ഞങ്ങൾ 250 നടുവിലായിരുന്നു കേട്ടോ. മുമ്പിൽ 350, ബാക്കില് 150 കേട്ടോ. പിന്നെ സർക്കസിന്റെ ആൾക്കാർ വന്നു, നിങ്ങൾ കണ്ടോളിട്ടോ. പിന്നെ ഇത് ലെങ്ത് കൂടിച്ചിട്ട് ഞാൻ സ്പീഡ് കൂടിയിട്ടാട്ടോ വീഡിയോ ഇട്ടിക്കണേ. ഇനി നിങ്ങൾക്ക് സ്പീഡ് കുറച്ച് കാണുന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയാൽ മതി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഐസ്ക്രീമും പോപ്കോണൊക്കെ കൊണ്ടുണ്ട്. ഞങ്ങൾ ഐസ്ക്രീം ആട്ടോ വാങ്ങിയത്. ഇതിൽ കുറച്ച് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ബാക്കി വീഡിയോ പാർട്ട് 2 ആയിട്ട് ഉൾപ്പെടുത്താട്ടോ. അപ്പൊ ഇത് കണ്ടതിന് ശേഷം എല്ലാവരും പാർട്ട് 2 കാണണം, എന്നാലേ നിങ്ങൾക്ക് എല്ലാതും കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളൊന്ന് വന്ന് നോക്കുക, മസ്റ്റായിട്ട് വരേണ്ട സ്ഥലമാണ്. ജോക്കറിന്റെ കോമഡി ഒരുപാട് ഉണ്ടായിരുന്നു. കാണാൻ വന്ന ആൾക്കാരെ കുളിച്ചിട്ട് ജോക്കർ ഓരോ കോമഡികൾ കാട്ടിയിരുന്നു. കണ്ണ് കെട്ടിയിട്ട് ഒരു കുട്ടീനൊക്കെ ചാടിക്കുന്നുണ്ട്. 5 കുട്ടികളെ സ്റ്റേജിൽ കുളിച്ചിരുന്നു കേട്ടോ. ഞാനൊന്നും പോയില്ല. അന്യ സംസ്ഥാന രാജ്യങ്ങളിലത്തെ ആളുകളാട്ടോ ഇവിടെ അധികവും പെർഫോം ചെയ്യണ്. നേപ്പാള്, ബംഗാള്, ജപ്പാന് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേട്ടോ. എന്തായാലും ഉഗ്രം പെർഫോമൻസ് ചെയ്യുന്നു. കൊടുത്ത പൈസ മുതലായി. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. നിങ്ങളൊന്ന് വന്ന് നോക്കൊണ്ടു. നല്ല ടൈം പാസിങ് ആട്ടോ. 2 മണിക്കൂർ പോയത് തന്നെ അറിഞ്ഞില്ല. ഈ ചെയ്യണത് നിങ്ങൾ കണ്ടത് 2 ആളല്ല കേട്ടോ, ഒരാളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അതിൻ്റെ അവസാനം കാണിക്കണുണ്ട്. പിന്നെ ഇത് തീയോണ്ട് ഓരോന്ന് കാട്ടണ കേട്ടോ. ഇത് അടിപൊളിയായിക്കണു. ഇത് വെറും കോമഡി ആയിരുന്നു. തീ എവിടൊക്കെ വെക്കണെന്ന് അറിയോ? ഇത് പൊള്ളാത്ത തീയാണ് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല കേട്ടോ. ഇവല ആഫ്രിക്കയിലുള്ള ആൾക്കാരാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തക്കാശി മന്തി പോയി മന്തി അൽഫാമും കഴിച്ചു കേട്ടോ. അതും ഇവിടെ ബൈപ്പാസിൽ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മന്തി അൽഫാമും. നിച്ചു മെനു ലിസ്റ്റ് ഒക്കെ വാങ്ങി അതിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഓൾക്ക് ഏതാ പറ്റിയെന്ന് അറിയില്ല, നല്ല നോട്ടം നോക്കിക്കണോ. ഓളെ ഏതൊക്കെയാ പറയുന്നുണ്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾ എല്ലാതും നോക്കി ലാസ്റ്റ് സാധാ മന്തി അൽഫാം ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളെ മന്തി അൽഫാമും എത്തിട്ടോ. ആദ്യം ഈ ഹോട്ടലിന്റെ പേര് സമർ മന്തി എന്നായിരുന്നു, ഇപ്പൊ തക്കാശി മന്തി ആക്കിട്ടോ.
അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുമ്പോഴാണ് പട്ടാളക്കാരെ വണ്ടി ഉണ്ട് കേട്ടോ. പട്ടാൾക്കാരെ വണ്ടിയല്ല, ഒരു ബസ്സാണ്, അതിൽ മൊത്തം പട്ടാൾക്കാരാട്ടോ. അപ്പോൾ സർക്കസിന്റെ കുറച്ച് ഭാഗം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ, അതിന് ശേഷമാണ് ഞാൻ അത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ശരി, ബാക്കി നാളെ നിങ്ങളിത് കണ്ടിട്ട് പിന്നെ പോയാൽ മതി. കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ നിർബന്ധമായിട്ടും കാണണം. അപ്പോൾ ശരി.